ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു ലെമൺ റൈസ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം? അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ബസുമതി റൈസ് എടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം പോവാൻ വയ്ക്കാം. ഇത് ഇങ്ങനെ നമ്മളൊരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഇത് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചെമ്പിൽ വെള്ളം വയ്ക്കും. ഈ ചെമ്പിലെ വെള്ളം നന്നായിട്ട് തിളച്ചു വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ്. ഇവിടെ നിങ്ങൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ ചോറിന് ആവശ്യത്തിന് ഉപ്പുണ്ടാവും. അപ്പോൾ ഈ ചോറ് നന്നായി തിളച്ചു വരുമ്പോൾ ഞാനിത് റൈസ് കുക്കറിലേക്ക് മാറ്റുകയാണ്. നിങ്ങൾക്ക് ഇതിലിട്ട് തന്നെ വേവിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ റൈസ് കുക്കറിൽ വെച്ചാൽ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ ഇത് വെന്ത് കിട്ടും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചോറ് നന്നായിട്ട് വെന്ത് പോവും. പിന്നെ നമ്മുടെ ലെമൺ റൈസിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചോറ് വെന്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇത് വാർത്തിയ ഉടനെ തന്നെ ഒരു വലിയൊരു പ്ലേറ്റിലേക്ക് നന്നായിട്ട് പരത്തിയിടുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ചോറ് പിന്നെ അവിടെ ഇരുന്ന് വെന്തിട്ട് അടുത്തതായിട്ട് നമുക്ക് കുറച്ച് മെയിൻ ഐറ്റംസ് വേണം. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നിലക്കടല എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നും 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ വറുക്കാത്ത നിലക്കടലയാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാൻ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. ലെമൺ റൈസ് ബേസിക്കലി ഒരു തമിഴ് റെസിപ്പിയാണ്. അതുകൊണ്ടാണ് നമ്മൾ നല്ലെണ്ണ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ എണ്ണ നല്ല ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടു. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ച കടല, കാഷ്യൂനട്ട്, ഉഴുന്ന്, കടലപ്പരിപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതിയെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നന്നായി റോസ്റ്റ് ചെയ്ത് കടലയൊക്കെ വെന്ത് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇനി ഞാൻ അടുത്തതായിട്ട് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുക. അതിനുശേഷം കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്നും കൂടി എല്ലാം കൂടി നന്നായിട്ട് അപ്പോൾ ഇത് നന്നായി റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായി ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കേണ്ടതാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച അരി ഇതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ലെമൺ റൈസ് റെഡി ആയി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ, പനീറൊക്കെ കൂട്ടി കഴിക്കാം. ഒരു വെജിറ്റേറിയൻ രീതിയിൽ ഇതിന് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് മസാലക്കടല കൂട്ടി കഴിക്കാം. നമ്മൾ ഓൾറെഡി ഇതിൽ കടല ഇട്ടിട്ടുണ്ട്. അപ്പോൾ മസാലക്കടലയും കൂടി കൂട്ടി കഴിക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു ഹെൽത്തി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.